ടോപ്പ് ട്യൂഷന്റെ ജിയോഗ്രഫി ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 7 ത്രൂ ദ സാൻഡി എക്സ്പാൻസിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകളാണ്. ക്വസ്റ്റ്യൻ: റൈറ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് ഡെസേർട്സ് ദാറ്റ് മേക്ക് ദം സ്റ്റാൻഡ് ഔട്ട് ഫ്രം അതർ പാർട്സ് ഓഫ് ദ വേൾഡ്. ഡെസേർട്സിനെ ലോകത്തുള്ള മറ്റ് പാർട്സിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? അപ്പൊ ഡെസേർട്ടിന്റെ അരിഡും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് അതിനെ ലോകത്തിലുള്ള മറ്റ് പാർട്സിൽ നിന്നും വ്യത്യസ്തപ്പെടുത്തുന്നത്. ഇപ്പൊ ഡെസേർട്സിൽ വളരെ കുറവ് റെയിൻഫാൾ ആണ് റിസീവ് ചെയ്യുന്നത്. അതായത് ഒരു വർഷത്തിൽ 25 സെന്റിമീറ്ററിന് താഴെയായിരിക്കും അവിടെ കിട്ടുന്ന റെയിൻഫാൾ എന്ന് പറയുന്നത്. പിന്നെ ഡെസേർട്സിനകത്ത് വെജിറ്റേഷൻ ഭയങ്കര സ്കാൻഡി ആണ്. അവിടെ നമുക്ക് മോസ്റ്റ്ലി കാണപ്പെടുന്നത് തോണി ശ്രബ്സ് ഒക്കെയാണ്. പിന്നെ അവിടുത്തെ ടെമ്പറേച്ചർ പറയുന്നത് എക്സ്ട്രീം ടെമ്പറേച്ചർ ആണ്. അതായത് വെരി ഹോട്ടും ആണ് അല്ലെങ്കിൽ വെരി കോൾഡും ആണ്. പിന്നെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Deserts stand out because of their arid and dry climate. They receive very little rainfall, usually less than 25 centimeter per year. The vegetation is very scanty with mostly thorny shrubs. They have extreme temperatures, being very hot or very cold. Question: the diurnal range of temperature is very high in hot deserts. Find the reason. Hot deserts ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ വളരെയധികം കൂടുതലായിരിക്കും. അതിൻ്റെ റീസൺ കണ്ടുപിടിക്കാം. ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറിൻ്റെയും മിനിമം ടെമ്പറേച്ചറിൻ്റെയും ഡിഫറൻസ് ആണ്. ഇപ്പോൾ ഹോട്ട് ഡെസേർട്സ് എടുക്കുകയാണെങ്കിൽ അവിടെ സ്കൈ ഒക്കെ ഭയങ്കര ക്ലിയർ ആയിരിക്കും, അതുപോലെ എയർ ഒക്കെ വളരെ ഡ്രൈ ആയിരിക്കും, അതുപോലെ ലോ ഹ്യൂമിഡിറ്റി ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് ഡേ ടൈമിൽ ലാൻഡിനെ പെട്ടെന്ന് ഹീറ്റ് ചെയ്യിപ്പിക്കും. നൈറ്റ് എടുക്കുകയാണെങ്കിൽ നൈറ്റിൽ ക്ലൗഡ്സിന്റെ ആബ്സെൻസ് മൂലം ഹീറ്റ് പെട്ടെന്ന് എസ്കേപ്പ് ചെയ്ത് പോകും. അതുകൊണ്ട് നൈറ്റ്സ് ഒക്കെ വളരെ കോൾഡും ആയിരിക്കും. അതായത് ഹോട്ട് ഡെസേർട്സിൽ ഡേ ടൈമിൽ വളരെ ഹോട്ടും നൈറ്റ് ടൈമിൽ വളരെ കോൾഡും ആയിരിക്കും. അപ്പോൾ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. ദ ഡയണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡെയിലി മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ. ഇൻ ഹോട്ട് ഡെസേർട്സ് skies are clear and the air is dry with very low humidity. This allows the land to heat up very quickly during the day. At night, the absence of clouds allows the heat to escape rapidly, making the nights very cold. Question: is the Thar Desert a rain shadow region? If so, based on which branch of the southwest monsoon winds is the Thar Desert said to be an rain shadow region? Thar Desert എന്ന് പറയുന്നത് ഒരു റെയിൻ ഷാഡോ റീജിയൻ ആണോ? ആണെങ്കിൽ സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സിന്റെ ഏത് ബ്രാഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് താർ ഡെസേർട്ട് റെയിൻ ഷാഡോ റീജിയൻ ആണെന്ന് പറയുന്നത്? അപ്പൊ തീർച്ചയായും താർ ഡെസേർട്ടിനെ റെയിൻ ഷാഡോ റീജിയൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇത് വന്നിട്ട് സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സിന്റെ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ചിന്റെ ബേസിസിലാണ് പറയുന്നത്. അപ്പൊ ഈ വിൻഡ്സ് വന്നിട്ട് നോർത്തേൺ ഇന്ത്യയിലേക്ക് വളരെയധികം റെയിൻ കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ആരവല്ലി മൗണ്ടൻ റേഞ്ചസ് വന്നിട്ട് ഈ റെയിനെ ബ്ലോക്ക് ചെയ്യുകയും താർ റീജിയനിലോട്ട് ആ റെയിന് റീച്ച് ചെയ്യാൻ പ്രിവെന്റ് ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് താർ ഡെസേർട്ടിനെ റെയിൻ ഷാഡോ റീജിയൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. യെസ്, ദ താർ ഡെസേർട്ട് can be considered a rain shadow region. This is in relation to the Bay of Bengal branch of the southwest monsoon winds. These winds bring rain to much of northern India. However, they are blocked by the Aravalli mountain ranges, preventing them from reaching the Thar region. Question: the salinity in the water bodies of the Thar Desert is high. Why? Thar ഡെസേർട്ടിലുള്ള വാട്ടർ ബോഡീസിന്റെ സലൈനിറ്റി ഹൈ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഇപ്പൊ താർ ഡെസേർട്ടിലുള്ള വാട്ടർ ബോഡീസിൽ ഹൈ സലൈനിറ്റി ആണ് ഉള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ എക്സ്ട്രീം ഹീറ്റ് കാരണം ഹൈ റേറ്റ് ഓഫ് ഇവോപ്പറേഷൻ ആണ് അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്, ആ ഒരു റീജിയൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വാട്ടർ ഇവോപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലെഫ്റ്റ് ആവുന്നത് സോൾട്ട് മാത്രമാണ്. അത് അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. അപ്പോൾ ഈ ഒരു റീജിയനിൽ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് കിടക്കുന്ന റോക്സിനടക്കം സോൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The water bodies in the Thar Desert have high salinity for a few reasons. The region experiences a high rate of evaporation due to extreme heat. As water evaporates, the dissolved salts are left behind, increasing their concentration. The rocks in the region also contain salts that get dissolved in the water.
Question: Why does the Thar Desert receive a very less amount of rainfall? എന്തുകൊണ്ടാണ് താർ ഡെസേർട്ട് വളരെ കുറച്ച് റെയിൻഫാൾ റിസീവ് ചെയ്യുന്നത്? ഇപ്പോൾ താർ ഡെസേർട്ട് വളരെ കുറച്ച് റെയിൻഫോളേ കിട്ടുന്നുള്ളൂ. കാരണം അതിന്റെ ലൊക്കേഷനും അതുപോലെ തന്നെ മൺസൂൺ വിൻസിന്റെ ഡയറക്ഷനുമാണ്. അതായത് മൺസൂണിന്റെ അറേബ്യൻ സീ ബ്രാഞ്ച് വന്നിട്ട് ആരവല്ലി മൗണ്ടെയിൻസിന് പാരലൽ ആയിട്ടാണ് ബ്ലോ ചെയ്യുന്നത്. അത് ഡെസേർട്ടിലോട്ട് എൻ്റർ ചെയ്യുന്നില്ല. അതേസമയം ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് വന്നിട്ട് ഈ ഡെസേർട്ടിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് ആരവല്ലി മൗണ്ടെയിൻസ് അതിനെ ഒബ്സ്ട്രക്ട് ചെയ്യുകയും അതൊരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുകയും ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ഏരിയയിലുള്ള ഹൈ ടെമ്പറേച്ചർ വന്നിട്ട് ഹൈ റേറ്റ് ഓഫ് ഇവോപ്പറേഷന് കാരണമാകും. അതോടൊപ്പം റെയിൻ കിട്ടാനുള്ള ചാൻസ് ഇതുമൂലം വളരെയധികം കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Thar Desert receives very little rainfall due to its location and the direction of monsoon winds. The Arabian Sea branch of the monsoon blows parallel to the Aravalli mountain and does not enter the desert. The Bay of Bengal branch is obstructed by the Aravalli, which acts as a barrier. Additionally, the high temperature leads to a high rate of evaporation, further reducing the chances of rain. Question: What are the two main types of deserts? രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് ഡെസേർട്സ് ഏതൊക്കെയാണ്? ഇപ്പോൾ രണ്ട് മെയിൻ ടൈപ്സ് ഓഫ് ഡെസേർട്സ് എന്ന് പറയുന്നത് ഹോട്ട് ഡെസേർട്ടും കോൾഡ് ഡെസേർട്ടും ആണ്. ഹോട്ട് ഡെസേർട്സ് പറയുന്നത് ആരിഡ് പ്ലേസസ് ആണ്. ഇവിടെ അനുഭവപ്പെടുന്നത് ഹൈ ടെമ്പറേച്ചർ ആണ്. അതും ഡേ ടൈമിലാണ് കൂടുതൽ ടെമ്പറേച്ചർ അനുഭവപ്പെടുന്നത്. കോൾഡ് ഡെസേർട്സ് എന്ന് പറയുന്നത് പെർമനന്റ് ആയിട്ട് സ്നോ കവർ ചെയ്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ എക്സ്ട്രീം കോൾഡ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഹോട്ട് ഡെസേർട്ടിന് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ താർ ഡെസേർട്ട് ആണ്. അതേസമയം കോൾഡ് ഡെസേർട്ടിന് ഒരു എക്സാമ്പിൾ ലഡാക്ക് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The two main types of deserts are hot deserts and cold deserts. Hot deserts are arid places with very high temperatures during the day. Cold deserts are places with permanent snow cover and experience extreme cold. The Thar is a hot desert while Ladakh is a cold desert. കൊടുക്കുന്നതോറും ഏറിടും വിദ്യ തന്നെ മഹാധനം. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Question: What are the natural boundaries of the Thar Desert? Thar ഡെസേർട്ടിന്റെ നാച്ചുറൽ ബൗണ്ടറീസ് ഏതൊക്കെയാണ്? ഇപ്പോൾ താർ ഡെസേർട്സ് വന്നിട്ട് നാച്ചുറൽ ബൗണ്ടറീസ് കൊണ്ട് സറൗണ്ടഡ് ആണ്. അതായത് ഈസ്റ്റ് എടുക്കുകയാണെങ്കിൽ ആരവല്ലി മൗണ്ടെയിൻസ് ആണ് താർ ഡെസേർട്ടിനെ ബോർഡർ ചെയ്തിരിക്കുന്നത്. പിന്നെ സൗത്തിൽ നോക്കുകയാണെങ്കിൽ റാൺ ഓഫ് കച്ച് ആണ്. അതേപോലെ തന്നെ നോർത്ത് വെസ്റ്റ് എടുക്കുകയാണെങ്കിൽ സട്ലജ് റിവർ ബേസിൻ ആണ് താർ ഡെസേർട്ടിന്റെ ബൗണ്ടറി ആയിട്ട് വരുന്നത്. പിന്നെ വെസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇൻഡസ് റിവർ ബേസിൻ ആണ് അവിടെ ബൗണ്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Thar Desert is surrounded by natural boundaries. To the east, it is bordered by Aravalli Mountains. To the south lies the Rann of Kutch. The Sutlej River Basin is to the northwest and the Indus River Basin is to the west. Question: What is the role of Aravalli Mountains in the formation of the Thar Desert? താർ ഡെസേർട്ടിന്റെ ഫോർമേഷനിൽ ആരവല്ലി മൗണ്ടെയിൻസിന്റെ റോള് എന്താണ്? ആരവല്ലി മൗണ്ടെയിൻസ് വന്നിട്ട് താർ റീജിയനെ ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ക്രൂഷ്യൽ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം ഈ ആരവല്ലി മൗണ്ടെയിൻസ് വന്നിട്ട് മൺസൂൺ വിൻസിന്റെ അറേബ്യൻ സീ ബ്രാഞ്ചിന്റെ പാത്തിന്റെ പാരലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അവിടെ ഈ ഒരു അറേബ്യൻ സീ വരുന്ന റെയിനിനെ ആരവല്ലി മൗണ്ടെയിൻസ് ബ്ലോക്ക് ഒന്നും ചെയ്യണില്ല. പിന്നെ വരുന്നത് ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് ആണ്. അപ്പൊ ബേ ഓഫ് ബംഗാൾ ബ്രാഞ്ച് റെയിൻ കൊണ്ടുവരുന്ന സമയത്ത് ആരവല്ലി മൗണ്ടെയിൻസ് വന്നിട്ട് അവിടെ ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും. ഇതുമൂലം ഈ ഒരു റെയിൻ ഡെസേർട്ടിൽ എത്തുന്നതിൽ നിന്ന് ഈ ഒരു ആരവല്ലി മൗണ്ടെയിൻസ് റെസ്ട്രിക്ട് ചെയ്യും. അപ്പൊ ഈ ഒരു പ്ലേസ്മെന്റ് താർ ഡെസേർട്ട് റീജിയനിൽ വളരെ കുറവ് റെയിൻഫോൾ ആണ് എത്തിക്കുന്നത്. അപ്പൊ ഇതിന് ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Aravalli Mountains play a crucial role in making the Thar region dry. They lie parallel to the path of the Arabian Sea branch of the monsoon winds, so they don't block them to cause rain. They act as a barrier to the Bay of Bengal branch, preventing rain-bearing winds from reaching the deserts. This placement causes the region to receive very little rainfall. Question: What is the difference between Marustali and Rajasthan Bagar? മരുസ്ഥാലിയുടെയും രാജസ്ഥാൻ ബാഗറും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇപ്പൊ മരുസ്ഥാലിയും രാജസ്ഥാൻ ബാഗറും
താർ ഡെസേർട്ടിന്റെ 2 ജിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ആണ്. ഇപ്പൊ മരുസ്ഥാലി പറയുന്നത് എക്സ്ട്രീം ആയിട്ടുള്ള അരിഡ് വെസ്റ്റേൺ പാർട്ടാണ്. അപ്പൊ ഇവിടെ ഷിഫ്റ്റിംഗ് ഡ്യൂൺസോട് കൂടിയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുള്ള സാൻഡി എക്സ്പാൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ രാജസ്ഥാൻ ബാഗർ പറയുന്നത് സെമി അരിഡ് ഈസ്റ്റേൺ പാർട്ടാണ്. ഇത് ആരവല്ലി മൗണ്ടെയ്ൻസിന്റെ ക്ലോസ് ആയിട്ടാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ബഗാർ റീജിയനിൽ സീസണൽ റിവേഴ്സ് ഉണ്ട്. അപ്പൊ ഇത് വന്നിട്ട് മരുസ്ഥാലിനേക്കാളും കുറച്ചും കൂടി ഫെർട്ടൈൽ ആയിട്ടുള്ള ഏരിയാസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Marustali and Rajasthan Bagar are the two geographical divisions of the Thar Desert. Marustali is the extremely arid western part, which is a vast sandy expanse with shifting dunes. Rajasthan Bagar is the semi-arid eastern part located closer to the Aravalli Mountains. The Bagar region has seasonal rivers and is slightly more fertile than Marustali. Question. What are mushroom rocks and how are they formed? Mushroom rocks പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഇപ്പോൾ മഷ്റൂം റോക്സ് എന്ന് പറയുന്നത് മഷ്റൂമിന്റെ ഷേപ്പിലുള്ള റോക്ക് ഫോർമേഷൻസ് ആണ്. ഇത് ഡെസേർട്ടിലാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഫോം ചെയ്യുന്നത് വെച്ചാൽ അബ്രേഷൻ വരുന്ന പ്രോസസ്സിലുള്ള വിൻഡിന്റെ ഇറോഷണൽ ആക്ഷൻ മൂലമാണ്. അതായത് വിൻഡ് വന്നിട്ട് സാൻഡ് പാർട്ടിക്കിൾസ് ക്യാരി ചെയ്തിട്ട് ഈ ഒരു റോക്കിന്റെ ലോവർ പാർട്ടിൽ വന്നിട്ട് ഇൻറ്റൻസ് ആയിട്ട് ഹിറ്റ് ചെയ്യുന്നു. ആ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ടോപ്പ് പാർട്ടിനേക്കാളും കൂടുതൽ റോക്സ് വന്നിട്ട് ലോവർ പാർട്ടിൽ നിന്നും പൊടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയാണ് ഈ ഒരു റോക്കിന് മഷ്റൂമിന്റെ ഷേപ്പ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. മഷ്റൂം റോക്സ് ആർ മഷ്റൂം ഷേപ്ഡ് റോക്ക് ഫോർമേഷൻസ് ഫൗണ്ട് ഇൻ ഡെസേർട്സ്. They are formed by the erosional action of the wind in a process called abrasion. The wind carries sand particles that hit the lower part of the rocks more intensely. This causes the bottom part of the rock to erode faster than the top, creating a mushroom shape. Question. What are sand dunes? Name 2 types of sand dunes. Sand dunes പറഞ്ഞാൽ എന്താണ്? 2 type of sand dunes ഏതൊക്കെയാണ്? ഇപ്പൊ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത് വിൻഡിന്റെ ഡിപ്പോസിഷണൽ ആക്ഷൻ മൂലം ഫോം ചെയ്യുന്ന സാൻഡ് ഹിൽസ് അല്ലെങ്കിൽ മൗണ്ട്സ് ആണ്. അതായത് വിൻഡ് വന്നിട്ട് സാൻഡ് പാർട്ടിക്കിൾസ് ക്യാരി ചെയ്ത് വരുന്ന സമയത്ത് അതിന്റെ സ്പീഡ് സ്ലോ ഡൗൺ ചെയ്യുമ്പോൾ അത് ക്യാരി ചെയ്യുന്ന സാൻഡ് അവിടെ ഡ്രോപ്പ് ചെയ്യും. അപ്പൊ ഇത് വന്നിട്ട് ഡ്യൂൺസ് ആയിട്ട് ഫോം ചെയ്യുകയാണ്. 2 കോമൺ ടൈപ്പ് ഓഫ് ഡ്യൂൺസ് എന്ന് പറയുന്നത് ഒന്ന് ക്രസന്റ് ഷേപ്പിലുള്ള ബർജൻസ് ഡ്യൂൺസ് ആണ്. രണ്ടാമത് വന്നിട്ട് ലോങ്ങും നേരോ ഷേപ്പിലുള്ള സീഫ് ഡ്യൂൺസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Sand dunes are mounds or hills of sand formed by the depositional action of the wind. When the wind slows down, it drops the sand it is carrying, which piles up to form dunes. 2 common types of sand dunes are burchens, which are crescent shaped. Another type is seaf dunes, which are long and narrow. Join Top Tuition Center today to achieve excellent success through small batch-sized tuition classes for high school students. Question. What is an oasis? Oasis പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഡെസേർട്ടിൽ വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള ഫെർട്ടൈൽ ഏരിയനെയാണ് ഒയാസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വെള്ളം വന്നിട്ട് ഒന്നില്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് സ്പ്രിംഗ് അല്ലെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് എന്നൊക്കെയാണ് ഉണ്ടാവുന്നത്. അപ്പൊ ഈ ഒരു ഏരിയാസ് വന്നിട്ട് ഹ്യൂമൻ സെറ്റിൽമെന്റും അതുപോലെ തന്നെ പ്ലാന്റ് ലൈഫിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ വീറ്റ്, കോട്ടൺ, ഫ്രൂട്ട്സ് പോലെയുള്ള ക്രോപ്സും ഈ ഒരു ഏരിയയിൽ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം എങ്ങനെ എഴുതാൻ നോക്കാം. An oasis is a fertile area in a desert where water is available. The water may come from an underground spring or other groundwater source. These areas can support plant life and human settlement. Crops like wheat, cotton, and fruits are often cultivated in oases. Question. What is ലൂ? ലൂ പറഞ്ഞാൽ എന്താണ്? ലൂ എന്ന് പറയുന്നത് സമ്മർ സീസണിൽ ബ്ലോ ചെയ്യുന്ന സ്ട്രോങ്ങും ഹോട്ടും അതുപോലെ ഡ്രൈയുമായിട്ടുള്ള വിൻസ് ആണ്. ഈ വിൻസ് ആണ് നോർത്തേൺ ഇന്ത്യയിലുള്ള ചില പാർട്സും അതുപോലെ തന്നെ താർ ഡെസേർട്ടിന്റെ ഒക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചർ ആയിട്ട് വരുന്നത്. അപ്പൊ ഈ വിൻസ് വന്നിട്ട് മെയ് ജൂൺ പോലത്തെ മാസങ്ങളിലാണ്, ഡേ ടൈമിലാണ് ബ്ലോ ചെയ്യുന്നത്. അപ്പൊ ഈ വിൻസ് മൂലം ഹീറ്റും ഡീഹൈഡ്രേഷനും ഒക്കെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. Loo is the name given to the strong, hot and dry winds that blow during the summer season. These winds are characteristic features of the Thar Desert and other parts of the northern India.
They blow during the daytime in months like May and June. They can cause extreme heat and dehydration. Question: What type of soil is found in the Thar Desert? What are its characteristics? Thar ഡെസേർട്ടിൽ കാണപ്പെടുന്ന സോയിൽ ടൈപ്പ് ഏതാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? അപ്പോൾ താർ ഡെസേർട്ടിൽ കാണപ്പെടുന്ന സോയിൽ എന്ന് പറയുന്നത് ഡെസേർട്ട് സോയിൽ അല്ലെങ്കിൽ അരിഡ് സോയിൽ ആണ്. ഇതിൻ്റെ കളർ പറയുന്നത് ബ്രൗൺ ആണ്. അതുപോലെ ടെക്സ്ചർ എന്ന് പറയുന്നത് സാൻഡി ആണ്. അതുപോലെ ഈ ഒരു സോയിൽ വന്നിട്ട് ഹൈ സെലിനിറ്റി നമുക്ക് കാണാൻ കഴിയും, കാരണം ഹൈ ഇവോപ്പറേഷൻ നടക്കുന്നത് കൊണ്ടാണ് ആ ഒരു ഏരിയയിൽ. പിന്നെ ഇതിൻ്റെ നേച്ചർ പറയുന്നത് ആൽക്കലൈൻ ആണ്. അതുപോലെ മോസ്റ്റ് ക്രോപ്സിനൊന്നും ഈ ഒരു സോയിൽ സ്യൂട്ടബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The soil found in the Thar Desert is called desert soil or arid soil. It is sandy in texture and generally brown in color. The soil has a high salt content, that is salinity, because of high evaporation. It is also alkaline in nature and not suitable for most crops without irrigation. Question: Name 2 major crops and 2 major minerals found in the Thar Desert. താർ ഡെസേർട്ടിൽ കാണപ്പെടുന്ന 2 മേജർ ക്രോപ്സും 2 മേജർ മിനറൽസിനും നെയിം ചെയ്യാം. ഇപ്പൊ താർ ഡെസേർട്ടിൽ കുറച്ച് വെള്ളം ആവശ്യമുള്ള ക്രോപ്സ് മാത്രമാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതിന് 2 എക്സാമ്പിൾ വന്നിട്ട് ബാജ്രയും ജൗവറുമാണ്. പിന്നെ വന്നിട്ട് താർ ഡെസേർട്ട് റീജിയൻ പറയുന്നത് മിനറൽ ഡെപ്പോസിറ്റ് കൊണ്ട് റിച്ച് ആണ്. അപ്പോൾ ഇവിടെ വരുന്ന 2 മേജർ മിനറൽസ് എന്ന് പറയുന്നത് മാർബിളും ജിപ്സും ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The major crops cultivated are those that require less water. 2 examples are bajra and jowar. The region is rich in mineral deposits. 2 major minerals are marble and gypsum. Question: What is the importance of Indira Gandhi Canal? Indira Gandhi Canal's importance എന്താണ്? ഇന്ദിരാഗാന്ധി കനാൽ എന്ന് പറയുന്നത് താർ ഡെസേർട്ടിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇറിഗേഷൻ പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇത് വന്നിട്ട് ഹരിക്കെ ബാരേജിൽ നിന്നും രാജസ്ഥാൻ്റെ ഡ്രൈ റീജിയൻസിലോട്ട് വെള്ളം എത്തിക്കുകയാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല മറ്റു ഡിസ്ട്രിക്ട്സിലും ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നതും ഇന്ദിരാഗാന്ധി കനാലാണ്. പിന്നെ ഈ ഒരു ഏരിയയിലുള്ള ലൈഫ് സ്റ്റോക്ക് റിയറിങ്ങും അതുപോലെ തന്നെ അഗ്രികൾച്ചറൊക്കെ ഇത് ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Indira Gandhi Canal is a very important irrigation project in the Thar Desert. It brings water from the Harike barrage to the dry regions of Rajasthan. It provides drinking water to several districts. It has also boosted agriculture and livestock rearing in the area. Question: What is pastoralism and why is it important in the Thar Desert? പാസ്റ്ററലിസം പറഞ്ഞാൽ എന്താണ്, അതെന്തുകൊണ്ടാണ് താർ ഡെസേർട്ടിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം. പാസ്റ്ററലിസം എന്ന് പറഞ്ഞാൽ കാറ്റിൽ, ഗോഡ്സ്, ഷീപ്പ് പോലുള്ള ലൈഫ് സ്റ്റോക്കിൻ്റെ റിയറിങ് ആണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്യുപ്പേഷൻ ആണ് താർ ഡെസേർട്ടിൽ. കാരണം അവിടെ കൂടുതൽ ഏരിയാസിലും അഗ്രികൾച്ചറൊക്കെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്. അരിഡും അതുപോലെ സെമി അരിഡ് കണ്ടീഷൻസ് വന്നിട്ട് ഫാമിങ്ങിനേക്കാളും അനിമൽ റിയറിങ്ങിനാണ് കൂടുതൽ സ്യൂട്ടബിൾ ആവുന്നത്. അതുമാത്രമല്ല പാസ്റ്ററലിസം വന്നിട്ട് ആ റീജിയനിലുള്ള ജനങ്ങൾക്ക് ഒരു സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. പാസ്റ്ററലിസം ഈസ് ദ റിയറിംഗ് ഓഫ് ലൈഫ് സ്റ്റോക്ക് ലൈക്ക് കാറ്റിൽ, ഗോഡ്സ് ആൻഡ് ഷീപ്പ്. It is a very important occupation in the Thar Desert because agriculture is difficult in most areas. The arid and semi-arid conditions are more suitable for animal rearing than for farming. It provides a source of livelihood for many people in the region. Subscribe to this channel for more videos like this. Question: How is energy generated in the Thar Desert? Thar Desert എങ്ങനെയാണ് എനർജി ജനറേറ്റ് ചെയ്യുന്നത്? ഇപ്പോൾ താർ ഡെസേർട്ടിന് റിന്യൂവബിൾ എനർജി ജനറേഷന് വേണ്ടിയിട്ടുള്ള ഹ്യൂജ് പൊട്ടൻഷ്യൽ തന്നെയുണ്ട്. അതായത് വിൻഡ് പാർക്സിലുള്ള വിൻഡ് മിൽസിൻ്റെ സഹായത്തോടു കൂടി സ്ട്രോങ്ങും കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വിൻഡ്സ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല ഈ ഒരു റീജിയനിൽ ഇൻറ്റൻസ് സൺലൈറ്റ് കിട്ടുന്നത് കൊണ്ട് സോളാർ പാനൽസ് യൂസ് ചെയ്തിട്ട് സോളാർ എനർജി ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു എനർജിയാണ് ഡീസലിനേഷൻ, വാട്ടറിൻ്റെ ഡീസലിനേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. The Thar Desert has a huge potential for renewable energy generation. The strong, consistent winds are used to generate electricity using large windmills in wind parks.
The region also receives intense sunlight, making it ideal for generating solar energy using solar panels. This energy is used for various purposes, including the desalination of water. Question: Why is tourism a major source of income in Rajasthan? എന്തുകൊണ്ടാണ് ടൂറിസം രാജസ്ഥാന്റെ മേജർ സോഴ്സ് ഓഫ് ഇൻകം ആണെന്ന് പറയാൻ കാരണം? ഇപ്പൊ ടൂറിസം എന്ന് പറയുന്നത് രാജസ്ഥാനത്തെ ഒരു മേജർ ഇൻഡസ്ട്രി ആണ്. കാരണം ഹവാമഹൽ പോലത്തെ പാലസ്, അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടെമ്പിൾസ്, ഹിസ്റ്റോറിക്കൽ ഫോർട്ട്സ് ഒക്കെയാണ് ഇവിടെ വരുന്ന മേജർ ആയിട്ടുള്ള അട്രാക്ഷൻസ് എന്ന് പറയുന്നത്. അതുമാത്രമല്ല, യുണീക്ക് ആയിട്ടുള്ള ഡെസേർട്ട് ലാൻഡ്സ്കേപ്പ് വന്നിട്ട് കേമൽ സഫാരി പോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളിനെ അട്രാക്ട് ചെയ്യും. പിന്നെ വന്നിട്ട് അവിടെയുള്ള ലോക്കൽ പീപ്പിളിന് കൂടുതൽ എംപ്ലോയി ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ ഒരു ഇൻഡസ്ട്രി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. Tourism is a major industry because the region has many attractions. These include historical forts, palaces like the Hawa Mahal, and the beautiful temples. The unique desert landscape itself attracts tourists for activities like camel safaris. This industry provides numerous employment opportunities for local people. Question: What are the main challenges to human life in the Thar Desert? താർ ഡെസേർട്ടിലുള്ള ഹ്യൂമൻ ലൈഫ് ഫേസ് ചെയ്യുന്ന മെയിൻ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇപ്പോൾ താർ ഡെസേർട്ടിലുള്ള ഹ്യൂമൻ ലൈഫ് ചാലഞ്ച് ചെയ്യുന്ന മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ എക്സ്ട്രീം ക്ലൈമറ്റ് ആണ്. അതായത് ഇൻറ്റൻസ് ഹീറ്റും കുറഞ്ഞ റെയിൻഫോളാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ കാരണം മൂലം അഗ്രികൾച്ചറിനും അതുപോലെ തന്നെ ഡ്രിങ്കിങ് വാട്ടറിനൊക്കെ അവിടെ വളരെയധികം ബുദ്ധിമുട്ടാണ്. പിന്നെ സാൻഡി ടെറൈനും അതുപോലെ ഷിഫ്റ്റിംഗ് ഡൂൺസ് മൂലം അവർക്ക് റോഡ്സ് ബിൽഡ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതുമാത്രമല്ല, റിമോട്ട് ഏരിയാസിൽ കമ്മ്യൂണിക്കേഷനും ഫെസിലിറ്റീസ് വളരെ കുറവും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ വിശദീകരിച്ച് എഴുതാൻ നോക്കാം. The biggest challenge is the extreme climate with intense heat and very little rainfall. This leads to a severe scarcity of water for drinking and agriculture. The sandy terrain and shifting dunes make it difficult to build and maintain roads. Communication facilities are also often inadequate in remote areas. Next, നമ്മൾ പഠിക്കാൻ പോകുന്നത് one word അല്ലെങ്കിൽ filling the blanks type questions-കളാണ്. Question: Deserts are places that receive an annual rainfall of less than dash centimeter. Answer: 25 centimeter. Next question: The study of deserts is called dash. Answer: Eremology. Next question: The Great Indian Desert is also known as the dash desert. Answer: Thar Desert. Next question: The mountain range to the east of the Thar Desert is the dash. Answer: Aravalli. Next question: The vast sandy and arid part of the Thar Desert is called dash. Answer: Maristali. Next question: The most significant seasonal river in the desert is the dash. Answer: Luni. Next question: Shifting sand dunes in the Maristali are locally known as dash. Answer: Dryan. Next question: Rock formations shaped like mushrooms by wind erosion are called dash. Answer: Mushroom rocks. Next question: Fertile patches in a desert with a source of fresh water are called dash. Answer: Oasis. Next question: The hot, dry winds that blow during summer in the Thar Desert are called dash. Answer: Lu. Next question: The type of soil found in the Thar Desert is called desert soil or dash soil. Answer: Arid soil. Question: The animal often referred to as the ship of the desert is the dash. Answer: Camel. Next question: The major irrigation project that brings water to the Thar Desert is the dash canal. Answer: Indira Gandhi Canal. Next question: Rearing of livestock like goats and sheep is known as dash. Answer: Pastoralism. Next question: The world famous marble from Rajasthan used to build the Taj Mahal is dash marble. Answer: Makrana marble. Next question: Crescent shaped sand dunes are known as dash. Answer: Burchens. Next question:
The largest salt lake in the Rajasthan Bagar region is Dash Lake. Answer Sambar Lake. Next question. The erosional process where wind blows away sand is called dash. Answer deflation. Next question. The erosional process where wind carried sand waves down rocks is called dash. Answer abrasion. Last question. A major source of income for the people of the Thar Desert that involves visitors and camel safaris is dash. Answer tourism. പാലക്കാട് നിവാസികളെ ഞങ്ങളുടെ ക്ലാസ് റൂം ട്യൂഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.